ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഈസ്റ്ററിലേക്ക് വേണ്ടുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഒരു പാത്രം കൊണ്ട് വെള്ളയപ്പം മാത്രമല്ല വട്ടയപ്പവും പാലപ്പവും എങ്ങനെ ചെയ്തെടുക്കാമെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയാലോ. അതിനായിട്ട് ഒരു 2 ഗ്ലാസ് പച്ചരി എടുക്കുക. നന്നായിട്ടൊന്ന് ഒരു 5-6 മണിക്കൂർ കുതിർക്കാനായി വയ്ക്കുക. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി ചോറ്, ഒരു 5-6 ടേബിൾ സ്പൂൺ ചോറെടുത്താൽ മതിയായിരിക്കും. നിങ്ങളുടെ അരിയുടെ പശ അനുസരിച്ച് വേണം ചോറെടുക്കാൻ. അല്ലെങ്കിൽ ഒരുപാട് ചോറെടുക്കുമ്പോൾ വീണ്ടും അപ്പം ശരിയായി വരില്ല. അതുകൊണ്ട് അതിനനുസരിച്ച് വേണം ചോറെടുക്കാൻ. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം ഒരു ബോക്സ് തേങ്ങയാണ്. അധികം ഫ്രീസ് ചെയ്യാത്ത അല്ലെങ്കിൽ അധികം തണുക്കാത്ത തേങ്ങ വേണം എടുക്കാൻ. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു മുറി തേങ്ങ, നല്ല ഇളപ്പൻ തേങ്ങ വേണം എടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം ഞാൻ ആദ്യം വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ച ശേഷം അതൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടി വെച്ചാണ് ഞാനത് ഡെക്കറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് നട്ട്സോ റൈസൻസോ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം വെള്ളയപ്പമാണ് ചുട്ടെടുക്കുന്നത്. ഒരു പാനിലേക്ക് ആവശ്യത്തിന് മാവ് ഒഴിച്ച ശേഷം അതൊരു ദോശ പോലെ ചുട്ടെടുക്കാവുന്നതാണ്. പക്ഷേ ദോശ പോലെ അധികം പരത്തി എടുക്കരുത്. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച ശേഷം തിരിച്ച് മറിച്ചിട്ട് അതൊന്ന് ചുട്ടെടുക്കാം. ഇനി അടുത്തതായി പാലപ്പമാണ് ഞാൻ ചുടുന്നത്. അതിനായിട്ട് പാലപ്പ ചട്ടിയിലേക്ക് ബാറ്റർ ഒഴിക്കുക. പക്ഷേ ആ ബാറ്റർ ഒന്ന് ലൂസാക്കണം. ഇച്ചിരി വെള്ളം ഉപയോഗിച്ച ശേഷം അതൊന്ന് ലൂസാക്കി എടുക്കുക. അതിന് ശേഷം പാലപ്പ ചട്ടിയിലേക്ക് ബാറ്റർ ഒഴിച്ച ശേഷം ഒന്ന് ചുറ്റിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാത്രം ഉപയോഗിച്ച് അതൊന്ന് അടച്ചു വെച്ച് ഇപ്പം നമ്മുടെ പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതൊന്ന് ചുട്ടെടുക്കുക. ഇങ്ങനെ ആവശ്യത്തിനുള്ള അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഈസ്റ്ററിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി ഈസ്റ്റർ! എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.